നൈത കടക്കണു മക്കളെ ആട്. അത് വെറും ആടല്ല, കൊറ്റനാട് അല്ലെങ്കിൽ മുട്ടനാട് എന്ന് പറയും. നൈമീൻ തീർന്നിട്ടില്ല, പാല് കറക്കാൻ പറ്റണ മുട്ടനാട്. ഓ, ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു ആദ്യം കൊറ്റനൊക്കെ. അന്ന് അതിൻ്റെ മണിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് മുല ചെറുതുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനത്തത് ഇത് ആദ്യമായിട്ടാട്ടോ. ഡെയിലി 1-2 ഗ്ലാസ് പാലും കിട്ടുന്നാ പറഞ്ഞത്. എന്താ അതൊക്കെ കഥ അല്ലേ, വല്ലാത്ത മതി. എന്തൊക്കെയായാലും പടച്ച റബ്ബ് കാക്കട്ടെ, അല്ല ഇപ്പം എന്താ പറയാ. ഇത് മനുഷ്യന്മാരിലുണ്ട്, ഇങ്ങനെ മൃഗങ്ങളിലുണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കപ്പോ. പിന്നെ ഇപ്പോൾ കുഞ്ഞേമത് പറഞ്ഞ പോലെ പേരിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ കാര്യം. ഏതായാലും ജനിച്ചു പോയില്ലേ, ഇനി ഞങ്ങൾ ജീവിക്കുന്നേ. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഉള്ളത് എങ്ങനെയാ വെച്ചാൽ അത് സന്തോഷമായിട്ടും ജീവിക്കാൻ അവരാണ് അനുവദിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പാല് കറക്കാൻ കഴിയുന്ന മുട്ടനാട്. പാല് കറക്കുന്ന മുട്ടനാട് പെരുങ്കുഴി അമ്പുവിന്റെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട മുട്ടനാടാണ് പാല് ചുരത്തുന്നത്. നിത്യേന 2 ഗ്ലാസോളം പാല് കറന്നെടുക്കാൻ കഴിയുന്ന ബീറ്റൽ മുട്ടനാട്. അമ്പുവിന്റെ മുട്ടനാട് പാല് കറന്നെടുക്കുന്നു. നിത്യേന 2 ഗ്ലാസോളം പാല് രാവിലെയും വൈകുന്നേരവുമായി കറന്നെടുക്കാൻ കഴിയുന്ന ഈ മുട്ടനാടിന് 1.5 വയസ്സ് പ്രായമുണ്ട്. പാല് കറക്കുന്ന മുട്ടനാട്. ഇത് അമ്പുവിന്റെ സുഹൃത്തും സഹായിയുമായ ശരത്താണ് ആടിനാവശ്യമായ പുല്ല് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് പരിപാലിക്കുന്നത്.